ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട്, വളരെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മോൾ സ്കെയിലിൽ, വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മളെ വീടിന് പരിസരത്തോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ട പ്രദേശങ്ങളിലോ നമ്മളെ വീടിനടുത്തുള്ള സെൻട്രലിലോ അല്ലെങ്കിൽ ടൗണിലോ ഏത് ഏരിയയിലും എല്ലാ ഏരിയയിലും പോസിബിൾ ആയിട്ടുള്ള, എന്നാൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പല ആളുകൾക്കും, പ്രായമായവർക്കും അല്ലാത്തവർക്കും വളരെ സിമ്പിളായിട്ട്, വളരെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ സ്കെയിലിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന, എന്നാൽ മാസം ഒരു 30,000 മുതൽ 50,000 രൂപ വരെയും അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ സൂപ്പർ ബിസിനസ് സെറ്റപ്പിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ബിസിനസ് സംസാരിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഇതിനു മുന്നേ ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ്, ഇത് ചെയ്യുന്നത് കണ്ടിട്ടുള്ള ഈ ഒരു ബിസിനസ് കണ്ടതിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ അതിനു മുന്നേ തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, സുഹൃത്തുക്കൾക്ക് കമന്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിലോട്ട് ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ കണ്ട ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി ഞാൻ നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യുകയാണ്. സോ നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ അസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പൊ എന്താണ് ഒരു ബിസിനസ് സെറ്റപ്പ് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചായ കുടിക്കാൻ, നമ്മുടെ ഫ്രണ്ട്സോടെ കൂടെ ചായ കുടിക്കാൻ പോകാറുണ്ട്, ജ്യൂസ് കുടിക്കാൻ പോകാറുണ്ട്, പല രീതിയിലും പല എന്റർടൈൻമെന്റ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ നോർമലി നമ്മൾ ചായ കുടിക്കാനൊക്കെ പോകാറുണ്ട്. പക്ഷെ ഒരു ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ പോയത് ഒരു സ്പോട്ടിൽ പോയപ്പോൾ വെറും 4, നമുക്കറിയാം ഈ കപ്പലണ്ടിയൊക്കെ വിൽക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ പല രീതിയിലുള്ള ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന 4 സൈക്കിളിന്റെ വീല് വെച്ചിട്ടുള്ള, നമ്മൾ 4 ചക്രം വണ്ടി കണ്ടിട്ടുണ്ടാവും. സൈക്കിൾ വീലിട്ടുള്ള 4 ചക്രം വണ്ടി കണ്ടിട്ടുണ്ടാവും. ഈ വണ്ടിയിൽ വണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആ വണ്ടിയിലെ ഒരു ഏരിയ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ചുക്ക് കാപ്പി വിൽക്കുന്ന ഒരു ഇക്കാടെ കടയിലാണ് ഞങ്ങൾ പോയത്. ചുക്കാപ്പി മീൻസ് ചുക്കാപ്പി നമ്മൾ നോർമലി കുടിക്കാറുള്ളത് വല്ല പനിയോ ജലദോഷമോ തലവേദന ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മൾ പല സിറ്റുവേഷനിലും വെയിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പല രീതിയിൽ വളരെ റയറായിട്ടായിരിക്കും ഒരു പക്ഷെ നമ്മൾ ചുക്കാപ്പി കുടിക്കാറ്. പക്ഷെ ഇവിടെ ഒരു പ്രായമായിട്ടുള്ള ഒരു ഇക്കയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടിയിട്ട് ചുക്ക് കാപ്പി പ്ലസ് കപ്പലണ്ടി, ഇതാണ് അവിടുത്തെ ഏക ഐറ്റം എന്ന് പറയുന്നത്. ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സംഭവം ചുക്ക് കാപ്പി കപ്പലണ്ടി. നോർമലി അവിടെ കൊടുക്കുന്നത് ഒരു കസ്റ്റമർ അവിടെ വന്നു കഴിഞ്ഞാൽ, നോർമലി ഇപ്പൊ ഞങ്ങൾ 2 പേര് പോയപ്പോൾ ഞങ്ങൾ കുടിക്കുന്നത് ഒരു ഗ്ലാസ് ചുക്ക് കാപ്പിയും ഒരു പൊതി കപ്പലണ്ടി, ഞാൻ ഒരു ചുക്ക് കാപ്പി ഒരു പൊതി കപ്പലണ്ടി, എൻ്റെ ഫ്രണ്ട്. സോ ഒരു പക്ഷെ നമ്മൾ ഒന്നിലധികം ആളുകളുമായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ കുറച്ച് കൂടുതൽ സമയം നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചുക്കാപ്പി 2 ആവാം, കപ്പലണ്ടി 2, 3 കഴിക്കുന്നവരുണ്ട്. പക്ഷെ ഇത് നമ്മുടെ അവിടെ നമ്മൾ ചെലവഴിക്കുന്ന സമയത്തിനനുസരിച്ച് ചുക്കാപ്പിനെയും കപ്പലണ്ടിനെയും ക്വാണ്ടിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ അവിടെ കണ്ടത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ബിസിനസ് സ്ട്രാറ്റജിയും അതിൻ്റെ ഒരു രീതിയാണ് കണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 2 പേരും മാത്രം നിന്നുകൊണ്ട്, ഈ പ്രായമായിട്ടുള്ള ഒരു ഇക്കയും അദ്ദേഹത്തിന്റെ ഭാര്യയും മാത്രം നിന്നുകൊണ്ട് വെറും ചുക്ക് കാപ്പിയും കപ്പലണ്ടിയും വിറ്റ് മാത്രം പൈസ ഉണ്ടാക്കുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കപ്പലണ്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ 1 കിലോ 2 കിലോ കപ്പലണ്ടി കൊടുന്ന് വിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഞാൻ കണ്ടത്. അവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഭാഗത്ത് ചാക്ക് മുഴുവൻ പൊട്ടിക്കാത്തൊരു ചാക്ക് കപ്പലണ്ടി ഇരിക്കുന്നുണ്ട്. പൊട്ടിച്ചതിന്റെ പകുതി വറക്കാനായിട്ടുള്ള ഫ്രഷ് കപ്പലണ്ടികൾ ഇരിക്കുന്നുണ്ട്, വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കെറ്റില്, നമ്മളെ ചായ വെക്കുന്ന കെറ്റിൽ പോലത്തെ വലിയ കെറ്റില്, 2-3 കെറ്റിലുണ്ട്. ആ കെറ്റിലിൽ ചുക്കാപ്പിയും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തീരുന്നതിനനുസരിച്ച് ഇതിങ്ങനെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ അവിടുത്തെ ഒരു കസ്റ്റമർ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ സ്റ്റോളുകളെല്ലാം ഇട്ട് കൊടുത്തുകൊണ്ട് മൊത്തം കസ്റ്റമേഴ്സ് മൊത്തം ഒരു വൈബ് പിള്ളേഴ്സ് അല്ലെങ്കിൽ പ്രായമായവരും എല്ലാവരും എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആളുകളും ചുറ്റും ഇരുന്നിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കാപ്പിയും കപ്പലണ്ടിയും ഇരുന്ന് കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നിയതാണ് എന്തുകൊണ്ട് ഈ ഒരു സംഭവം ശരിക്കും ഒരു പ്രൊഫഷണൽ രീതിയിൽ ബിസിനസ് സെറ്റപ്പിൽ കൂടെ ചെയ്തുകൂടാ. പ്രൊഫഷണൽസിന്റെ ആവശ്യമൊന്നുമില്ല. ആക്ച്വലി ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതേപോലെ തന്നെ നമുക്കൊരു 4 ചക്ര സൈക്കിൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ റൂം നമ്മൾ മാസം ഒരു 1000 അല്ലെങ്കിൽ 1500 2000 രൂപ റെന്റ് കൊടുക്കാൻ പറ്റുന്ന റൂം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെറിയൊരു 4 ചക്ര സൈക്കിൾ എടുത്തുകൊണ്ട് നമുക്ക് ഏതെങ്കിലും സ്പോട്ടിലിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പരിസരത്ത് ഇപ്പൊ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ചില വീടുകളുടെ പരിസരത്ത് തന്നെ നമ്മൾ ചെറിയ കടകളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇതുപോലെ ഒരു സംഭവം സെറ്റപ്പ് ചെയ്തുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ചുക്ക് കാപ്പി കപ്പലണ്ടി ഇത്ര ബെസ്റ്റ് കോമ്പിനേഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചായയുടെ കൂടെ അല്ലെങ്കിൽ ചായ കുടിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു നൈറ്റ് വൈബില് ചുക്ക് കാപ്പി കപ്പലണ്ടി എന്നുള്ള ഒരു കോമ്പിനേഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്നെ ത്രില്ലടിപ്പിച്ചു. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവം. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ചുക്ക് കാപ്പി കപ്പലണ്ടി എന്നുള്ള ഒരു സംഭവം വളരെ ചെറിയ രീതിയിൽ ഒരു ബിസിനസ് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് പൈസ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ, അത് നമുക്ക് ഒരുപാട് സെറ്റപ്പുകളൊന്നും ചെയ്യാനില്ല, ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഓടി നടന്നിട്ടുള്ള ബിസിനസ് ചെയ്യാനുള്ള ഒരു ഫിസിക്കൽ കപ്പാസിറ്റി ഒന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് പ്രായക്കാർക്കും ഏത് രീതിയിലുള്ള ആളുകൾക്കും വളരെ ചെറിയ രീതിയിൽ വളരെ സ്മോൾ സ്കെയിലിൽ ഒരു 30,000 രൂപ മുതൽ 50,000 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം ഒരു 1000 രൂപ മുതൽ ഒരു 1500 2000 രൂപ വരെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ സ്മോൾ സ്കെയിൽ ബിസിനസ് സെറ്റപ്പാണ് ചുക്ക് കാപ്പി കപ്പലണ്ടി എന്നുള്ളത്. ഇത് ഞാൻ കണ്ടതാണ്, നമ്മൾ നേരിട്ട് കണ്ടാൻ ഉപയോഗിച്ച ഒരു ഫീലും ഒരു എക്സ്പീരിയൻസുമാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നോർമലി നമുക്ക് അങ്ങനെ ഇതുപോലെ ഒരു ഭയങ്കര വൈഡ് ആയിട്ടുള്ള ബിസിനസ് ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളുകൾ വളരെ ചെറുതായിട്ടൊക്കെ ചെയ്യണം, മതി, നമുക്കൊരു 1000 രൂപ 1500 രൂപ ഒക്കെ ഡെയിലി മതി, അല്ലെങ്കിൽ ഒരു 500 രൂപ ഒക്കെ ഡെയിലി മതി എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു 1000 രൂപ ഡെയിലി ഒരു ആവറേജ് ബിസിനസ്സിന്റെ ഒരു കോസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 1000 രൂപ ഒക്കെ ഡെയിലി ഉണ്ടാക്കിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന, അധികം ഓടി നടന്ന് അത്ര വലിയ ടെൻഷൻസ് ഒന്നും എടുക്കാതെ ഉള്ള ഒരു ബിസിനസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പറ്റിയൊരു ബെസ്റ്റ് സാധനമാണ് ചുക്ക് കാപ്പി കപ്പലണ്ടി. അതൊന്ന് കഴിച്ചു നോക്കണം. അത് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ കോമ്പിനേഷനും ഫീലും നമുക്കറിയാൻ പറ്റുള്ളൂ. അത് ഉണ്ടാക്കാനും നമുക്കധികം വലിയ പ്രയാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ അറിയാത്ത ഒരു സ്ത്രീകളും ഒരു പുരുഷന്മാരും എനിക്ക് തോന്നുന്നില്ല വീട്ടിലുണ്ടാവും എന്നുള്ളത്. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അറിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ സ്ത്രീകൾക്കായാലും നല്ല നോളജുള്ള സംഭവമാണ്. എല്ലാവർക്കും അറിയുന്നതാണ്. ചുക്കാപ്പിക്ക് എല്ലാവർക്കും കപ്പലണ്ടി വറക്കാനും ചുക്കാപ്പി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പൊ കപ്പലണ്ടി കച്ചവടക്കാരൊക്കെ നമുക്ക് പല ഭാഗങ്ങളും കാണാൻ കഴിയും, സെന്ററുകളിലും ടൗണുകളിലൊക്കെ കാണാൻ കഴിയും. ആ ഒരു കപ്പലണ്ടി കച്ചവടത്തിനോട് ചേർന്ന് കൊണ്ട് തന്നെ ഒരു ഫ്ലാസ്കിൽ ചുക്ക് കാപ്പി കൂടി കൊടുത്തു കഴിഞ്ഞാൽ, അതിന് കുറച്ച് ഇരിക്കാനുള്ള ഒരു വൈബ് സെറ്റപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ ഒരു സമയമായി കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ 5 മണിക്ക് ശേഷം ഒരു 4 മണി മുതൽ ഒരു രാത്രി 9, 10, 11, 12 മണി വരെ 1 മണി വരെ നിന്നാലും ശരി സൂപ്പറായിട്ട് ഒരു 12,000 ഉറുപ്പിക ഉണ്ടാക്കാൻ കഴിയും ബിസിനസ്സാണ് ചുക്കാപ്പി കപ്പലണ്ടി എന്നുള്ളത്. ഇത് നമ്മൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നും എടുത്ത് പറയുന്ന ഒരു ബിസിനസ് രീതിയാണ്. അപ്പൊ ഏത് രീതിക്ക് ഏത് പ്രായക്കാർക്കും ഏത് ഏജിലുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ കഴിയുന്ന, പ്രത്യേകിച്ച് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സ്ത്രീകൾ, നമുക്ക് അങ്ങനെ ഓടിച്ചാടി നടന്ന് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളുകൾക്ക്, ഒന്ന് ഒതുങ്ങിയിരുന്ന് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിലും ചെറുപ്പക്കാർക്കും ഉൾപ്പെടെ ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ് പ്ലാനാണ്. പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചുക്ക് കാപ്പി കപ്പലണ്ടി ഇതിനെ നിങ്ങൾക്കൊരു ബ്രാൻഡായിട്ട് എടുക്കാം. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം, 30 വർഷത്തോളമായിട്ട് ഞാൻ ഈ കണ്ട കട 30 വർഷത്തോളമായിട്ട് ഇത്തയും 30 വർഷത്തോളമായിട്ട് ആ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അതിലൊരു ഇംപ്രൂവ്മെന്റ്, ഒരു വിജയം ഇല്ല, അതിലൊരു വരുമാനം അല്ലെങ്കിൽ അതിലൊരു ലാഭം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും 30 വർഷം അവരൊരിക്കലും ആ ബിസിനസ്സിൽ മുന്നോട്ട് പോകില്ല എന്ന് നമുക്ക് ചിന്തിച്ച് മനസ്സിലാവും. അപ്പോൾ
നല്ലൊരു ലാഭവും നല്ലൊരു സിമ്പിളിറ്റിയും അല്ലെങ്കിൽ ഓവർ ടെൻഷൻ അടിക്കേണ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ വേസ്റ്റ് ആവുന്ന വിഷയങ്ങളോ ഒന്നുമില്ലാത്തൊരു ബിസിനസ് സംഭവം. ചുക്കാപ്പി കപ്പലണ്ടി സൂപ്പർ സാധനം, ഒന്ന് ചെയ്തു നോക്ക്. അപ്പോൾ മനസ്സിലാവും അതിൻ്റെ സംഭവം എന്താണെന്നുള്ളത്. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.